ശ്രീ മോഹൻ വർഗീസ്, ഇന്നലത്തെ രാത്രിക്ക് ശേഷം ഒരു ശാന്തതയുടെ അന്തരീക്ഷമാണ് ഉള്ളത്. അങ്ങിങ്ങ് ചെറിയ ചെറിയ രീതിയിലുള്ള ആക്രമണം അത് എല്ലാ ദിവസവും സംഭവിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഗാസയിലുള്ള ആക്രമണമുണ്ട്. അതുപോലെ തന്നെ ലെബനനിലേക്ക് കൂടുതൽ ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ. പക്ഷേ ഇറാനെ നേരിട്ട് ആക്രമിക്കുവാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ ഉയരുന്ന ചോദ്യം, എന്ന് എങ്ങനെ എപ്പോൾ ഇറാന് തിരിച്ചടി നൽകുവാൻ ഇസ്രായേൽ തയ്യാറാകുമെന്നാണല്ലോ. ഇപ്പോൾ എക്സിൽ തന്നെ IDFന്റെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു വാചകമുണ്ടായിരുന്നു. എപ്പോൾ തിരിച്ചടി നൽകണം, എങ്ങനെ തിരിച്ചടി നൽകണം, എന്ന് തിരിച്ചടി നൽകണം എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കുമെന്ന്. അതായത് തീരുമാനത്തിന് വേണ്ടി IDF കാത്തിരിക്കുകയാണ്. അത് ഇസ്രായേൽ സർക്കാരിൻ്റെതാണ്. അപ്പോൾ ഏത് സമയത്തും തിരിച്ചടി ഇറാന് നേരിട്ടുള്ള ഒരു ആക്രമണമായി ഉണ്ടാകുമോ, അതോ ലെബനനിൽ കടന്നു കയറി ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇതിന്റെ എല്ലാം പകരം വീട്ടുവാനുള്ള ശ്രമമായിരിക്കുമോ ഇസ്രായേൽ നടത്തുന്നത്? ശ്രീ മഞ്ജുഷ്, ഒരു ശക്തമായ രാജ്യത്തിന്റെ ലക്ഷണമാണ് സമയക്രമം, ആക്രമണത്തിനുള്ള സമയക്രമം തീരുമാനിക്കുക എന്നത്. ദുർബലമായ രാഷ്ട്രത്തിന് ഓപ്ഷൻസ് ഇല്ല. ചില സമയത്ത് ആക്രമിച്ചെങ്കിലേ പറ്റൂ, പ്രതിരോധിച്ചെങ്കിലേ പറ്റൂ. ഇസ്രായേൽ ഇപ്പോൾ ഒരു പ്രിപോണ്ടറൻസ് ഓഫ് ബാലൻസ് എന്ന് പറയുന്നത്, മൊമെന്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്രായേലിനോടൊപ്പമാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് 180-ൽ പരം മിസൈലുകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തൊടുത്തുവിട്ടത്. അത് അയൺ ഡോം സംവിധാനം ഫലപ്രദമായി പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല എങ്കിൽ ഇസ്രായേലിൽ ശാന്തമായ ജീവിതം സാധ്യമാകുമായിരുന്നില്ല. അതുകൊണ്ട് ഇസ്രായേലിലെ ശാന്തത, ഇപ്പോൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇസ്രായേൽ ഇപ്പോൾ കാണുന്ന ഒരു ശാന്തത എന്ന് പറയുന്നത് തീർച്ചയായും ജനങ്ങൾക്കുള്ള വിശ്വാസമാണ്. അയൺ ഡോം സംവിധാനവും അത് പലപ്പോഴും ഹ്രസ്വദൂര മിസൈലുകളെയും റോക്കറ്റുകളെയും ചെറുക്കുന്ന ഒരു ഏറിയൽ ഡോം സംവിധാനമാണ്, പ്രതിരോധ സംവിധാനമാണ്, ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനമാണ്. അതേസമയം ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ ചെറുക്കുന്ന ആരോ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഡെവലപ്പ് ചെയ്ത ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ, ലോങ് റേഞ്ച് മിസൈലുകളെ തടുക്കുന്ന സംവിധാനം. ഈ രണ്ട് സംവിധാനവും സാമാന്യം ഫലപ്രദമായി പ്രവർത്തിച്ചു എന്ന് കാണാം. അതിലുള്ള മുഴുവനും നന്നായി തന്നെ പ്രവർത്തിച്ചു എന്നല്ലേ ഇപ്പോൾ. പക്ഷേ ഇറാൻ പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ ആക്രമണം ലക്ഷ്യം കണ്ടു എന്ന് തന്നെയാണ്. മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് എന്നും ഇറാൻ പറയുന്നുമുണ്ട്. ആ ആക്രമണങ്ങൾ ലക്ഷ്യം കണ്ടുവെന്ന്. അതിന് ചില ദൃശ്യങ്ങളാണല്ലോ പുറത്തു വന്നത്. ഇപ്പോൾ നേരത്തെ ജോസ്ലീബ പറഞ്ഞതുപോലെ സ്കൂൾ കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്ന ചില ദൃശ്യങ്ങൾ വന്നു. പക്ഷെ അവിടെയും ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷെ ഇറാൻ പറയുന്നത് ഇസ്രായേൽ കാര്യങ്ങൾ മറച്ചുവെക്കുകയാണെന്നാണ്. ഈ ഒരു യുദ്ധമാകുമ്പോൾ യുദ്ധത്തിൽ ആദ്യ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് സത്യം എന്നതാണ്, അല്ലേ? സത്യം മറച്ചു വയ്ക്കപ്പെടുക എന്നത് ഏത് യുദ്ധത്തിൻ്റെയും ഒരു പ്രാഥമിക തന്ത്രം തന്നെയാണ്. ചരിത്രാതീത കാലം മുതൽ തന്നെ ഇത് തന്നെയായിരുന്നു തന്ത്രം. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള കാഷ്വാലിറ്റി എത്ര എന്ന് അളക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ മണ്ണിൽ വിദേശ ടെലിവിഷൻ ക്രൂകൾ, മാധ്യമ പ്രവർത്തകർ, അവരുടെ നല്ല സർവൈലൻസ് സിസ്റ്റമുണ്ട്. അവരുടെ എല്ലാം കണ്ണു വെട്ടിച്ചുകൊണ്ട്, കാരണം 182 മിസൈലുകൾ കടന്നു വരുമ്പോൾ അത് ഒരുപക്ഷെ വിതയ്ക്കാൻ സാധ്യതയുള്ള നാശനഷ്ടങ്ങൾ അളന്ന് തിട്ടപ്പെടുത്താൻ ഇസ്രായേൽ വെളിയിൽ വിടുന്ന റിപ്പോർട്ടുകളെ മാത്രം ആശ്രയിക്കേണ്ട ഗതികേട് മാധ്യമങ്ങൾക്കില്ല. എപ്പോഴും ഒരുപക്ഷെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിക്കും എന്ന് ആരോപിക്കാമെങ്കിൽ പോലും അവിടുന്ന് കടന്നു വരുന്ന റിപ്പോർട്ടുകൾ ഒരു നിഷ്പക്ഷമായ ഏജൻസികളുടെ റിപ്പോർട്ട് അനുസരിച്ച് പരിമിതമായ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 8 പേരാണ് മരിച്ചത്. അതൊന്നും തന്നെ മിസൈൽ ആക്രമണത്തിലല്ല, അത് ഇറാനിൽ നിന്ന് വന്ന മിസൈലുകളേറ്റല്ല, മറിച്ച് അവിടെ നടന്ന ഒരു വെടിവെപ്പാണ്. അതൊരു ഭീകരാക്രമണം, ഒരു ചെറിയ ഭീകരാക്രമണമാണ്. 2-3 തോക്കുധാരികൾ ഈ ഒരു ജനക്കൂട്ടത്തിന് നേരെ വെടിവെച്ചപ്പോൾ 6 പേര് തൽക്ഷണം മരിക്കുകയും 2 പേരും കൂടെ പിന്നീട് മരിക്കുകയും ചെയ്തു. അപ്പോൾ 8 കാഷ്വാലിറ്റീസ് യുദ്ധത്തിന് സമാന്തരമായി നടന്ന സംഭവം എന്ന നിലയിൽ ഒരുപക്ഷെ ആ യുദ്ധത്തിന്റെ കാഷ്വാലിറ്റിയായി പലരും എണ്ണുന്നുണ്ടാകാം. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണവുമില്ല. യുദ്ധം കാരണം ഇറാന്റെ മിസൈലുകൾ പതിച്ച് ഒരു നാശനഷ്ടവും ജീവന്റെ രൂപത്തിൽ ഉണ്ടായിട്ടില്ല. കെട്ടിടങ്ങൾ, ഒരു സ്കൂൾ കെട്ടിടവും ഒരു ഹോട്ടൽ കെട്ടിടവും നശിച്ചതായി ഇറാൻ തന്നെ സമ്മതിക്കുന്നു. എന്നാൽ ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നു. ഇറാൻ എന്നാൽ ചെയ്യുന്നത് എന്താണ്? 90% തങ്ങൾ തൊടുത്ത മിസൈലുകൾ 90% ലക്ഷ്യം കണ്ടു എന്നാണ് ഇറാൻ ക്ലെയിം ചെയ്തിരിക്കുന്നത്. അവർക്ക് അങ്ങനെ ക്ലെയിം ചെയ്യാനാവൂ. അവരുടെ കയ്യിൽ
ഹൈപ്പർസോണിക് മിസൈലുകൾ ഉണ്ട് എന്നാണ് ചില ഏജൻസികളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഫത്ത-2 എന്ന് പറയുന്ന മീഡിയം റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ, നമുക്കറിയാമല്ലോ ഹൈപ്പർസോണിക് മിസൈലുകൾ എന്ന് പറയുന്നത് ശബ്ദാതിവേഗമുള്ള, ശബ്ദത്തിൻ്റെ 5 ഇരട്ടി വേഗമുള്ള മിസൈലുകളാണ്. അത് തൊടുത്തു എന്ന രീതിയിൽ ചില ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഹൈപ്പർസോണിക് മിസൈലുകളെ ചെറുക്കാൻ തക്ക ഒരു ഡെക്സ്റ്ററിറ്റി ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനോ ആരോ സിസ്റ്റത്തിനോ ഉണ്ടോ എന്നറിയില്ല. അത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഉണ്ട് എന്നല്ലേ തെളിയിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഏത് മിസൈലാണോ തൊടുത്തുവിട്ടത് അതിലും സ്ഥിരീകരണമില്ലല്ലോ താങ്കൾ പറഞ്ഞതുപോലെ. പക്ഷേ തടുക്കുവാനുള്ള സംവിധാനം വളരെ ശക്തമാണ് ഇസ്രായേലിൽ, അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഈ കഴിഞ്ഞ ഒരു വർഷം മുൻപ് ഒക്ടോബർ 7, 2023 ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഓഫ് ഗാർഡായി പോയി ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വന്ന അതിശക്തമായ മിസൈൽ ആക്രമണം, അത് ഏറിയൽ ഡോമിനെ, അയൺ ഡോമിനെ ഭേദിച്ചുകൊണ്ട് ചില മിസൈലുകളെങ്കിലും വീണു. അവരുടെ ഏതെല്ലോ രീതിയിലോ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇസ്രായേലിന്റെ ചെറിയ കാലത്തേക്കെങ്കിലും ചെറിയൊരു നാനോ സെക്കൻഡിലേക്കെങ്കിലും പിഴച്ച ഒരു കാഴ്ച കണ്ടു. പക്ഷേ ഇപ്പോൾ അതിനുള്ള പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം, ഇറാനിൽ നിന്നൊരു ആക്രമണം ഏത് നിമിഷവും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഇസ്രായേലി ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനോഭാവം എന്താണ്? ഈ വേട്ടക്കാരൻ്റെ പട്ടിയെ ഉടുക്ക് കാട്ടി പേടിപ്പിക്കുന്നത് എങ്ങനെയാണ്? അപ്പം ആ ഒരു മനോഭാവമാണ്. അതുകൊണ്ട് തങ്ങൾ എത്ര കണ്ടതാണ്, എത്ര യുദ്ധങ്ങൾ കണ്ടതാണ്. 1948 തന്നെ കണ്ട യുദ്ധമാണ്. അറബ് രാജ്യങ്ങൾ 7 കൂടെ ഇസ്രായേലിനെതിരെ തിരിയുകയാണ്. ഇസ്രായേൽ ജയിച്ചു വന്നു. 56 യുദ്ധം, 67 6 ഡേ വാർ, 73 യോം കിപ്പോർ വാർ, ഇതെല്ലാം തന്നെ ഇസ്രായേലിന്റെ വിജയത്തിലോ അല്ലെങ്കിൽ ഇസ്രായേലിന് അനുകൂലമായ ഘട്ടത്തിലോ ആണ് അവസാനിച്ചത്. അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾക്കുള്ള കാഷ്വാലിറ്റി എല്ലാ യുദ്ധത്തിലും പരിമിതമായിരുന്നു എന്നതുകൊണ്ട് ആ കോൺഫിഡൻസ് ആണ്. അതേസമയം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വരുന്ന തിരിച്ചടികൾക്ക് ഈ അറബി ജനത അല്ലെങ്കിൽ പാലസ്തീനിയൻ ജനതയും അതുപോലെ ഹിസ്ബുള്ളയും എല്ലാം വളരെ വലിയ കാഷ്വാലിറ്റി ലെവലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രിപ്പോണ്ടറൻസ് ഓഫ് ബാലൻസ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കൂടെയാണ്. അതുകൊണ്ടാണ് ഈ ഹൂത്തികൾ കഴിഞ്ഞ ആഴ്ച അയച്ചു എന്ന് പറയുന്ന മറ്റൊരു ഹൈപ്പർസോണിക് മിസൈൽ 2000 കിലോമീറ്ററോളം താണ്ടി ഇസ്രായേലിലെത്തിയപ്പോൾ അതും നിർവീര്യമാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായും ശ്രീ മഞ്ജു സൂചിപ്പിച്ചതുപോലെ അയൺ ഡോം പ്രതിരോധ സംവിധാനം ഭംഗിയായി പ്രവർത്തിക്കുന്നു എന്ന് കാണാം. പക്ഷേ ഉള്ളത് തിരിച്ചടിക്ക് വൈകുകയാണോ എന്നുള്ള കാര്യമാണ്. പിന്നെ നേരിട്ടുള്ള തിരിച്ചടി ആയിരിക്കുമോ ഉണ്ടാവുക, അതോ ഈ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയാണല്ലോ ഇറാൻ ഇത്രയും ഒരു പകരം വീട്ടിൽ ഇസ്രായേലിനോട് നടത്തിയത്, ഹിസ്ബുള്ള തലവനെ വധിച്ചതിനുള്ള പ്രതികാരം എന്ന രീതിയിൽ അത് സമ്മതിച്ചിട്ടുമുണ്ട് ഇറാൻ. അപ്പോൾ ഇറാനെ നേരിട്ട് ആക്രമിക്കുകയായിരിക്കുമോ അതോ ഇറാനിൽ നിന്ന് സംരക്ഷണം കിട്ടുന്ന ഹിസ്ബുള്ളയെ തരിപ്പണമാക്കുക എന്ന ലക്ഷ്യത്തോടെ വർദ്ധിത വീര്യത്തോടുകൂടി ലെബനനെ ആക്രമിക്കുകയായിരിക്കുമോ ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത്? ഇത് രണ്ടും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് തീർച്ചയായും സംഭവിക്കും. ഹമാസിനെ ഫിനിഷ് ചെയ്തതുപോലെ ഫിനിഷ് ചെയ്തു എന്ന് തീർത്തു പറയാനാവില്ല. ഏതാനും തടവുകാർ, ഇസ്രായേലി തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ കഴിഞ്ഞില്ല എന്ന് പറയുന്നതുകൊണ്ട് പൂർണ്ണമായും ഹമാസിനെ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സത്യമാണ്. സത്യസന്ധമായ ഒരു റിപ്പോർട്ടിംഗ് ആയിരിക്കും അത്. പക്ഷേ ഹിസ്ബുള്ള കുറച്ചുകൂടി ശക്തമാണ്. പക്ഷേ ഹിസ്ബുള്ളയുടെ ടോപ്പ് ലീഡർഷിപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ വാർത്താ വിനിമയ ഉപാധികളിൽ ഇസ്രായേൽ ഇരച്ചു കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പേജർ സ്ഫോടനങ്ങൾ നടന്നത്. അവർക്ക് മൊബൈൽ ഉപയോഗിക്കാനോ പേജർ ഉപയോഗിക്കാനോ മറ്റ് വാർത്താവിനിമയ ഉപാധികൾ ഉപയോഗിക്കാനോ ഇപ്പോൾ സങ്കോചമുണ്ടാകും. അതുകൊണ്ടാണ് അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, ഹിസ്ബുള്ള എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഈ നീക്കങ്ങളെല്ലാം ചാരക്കണ്ണുകൾ, ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ചാരക്കണ്ണുകൾ ഓൾറെഡി ഒപ്പിയെടുത്തിട്ടുണ്ടാവണം. അതാണ് ഇസ്രായേലിൻ്റെ കോൺഫിഡൻസ്. യുദ്ധത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് യുദ്ധ ദിവസം നേടുന്നതല്ല, മറിച്ച് യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷവും തങ്ങൾ യുദ്ധം ഫേസ് ചെയ്യേണ്ടി വരും എന്ന ബോധത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഒക്ടോബർ 7 സംഭവിച്ചത് ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. ഒക്ടോബർ 7 ഇങ്ങനെ അയൺ ഡോമിനെ ഭേദിക്കുന്ന രീതിയിലുള്ള ആക്രമണം ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല. കേണൽ എസ് ഡിന്നി